രാവിലെ എഴുന്നേറ്റ മുതൽ വൈകുന്നേരം രാത്രി ഉറങ്ങുന്നത് വരെ എനിക്ക് എന്നിൽ ആ ശ്രദ്ധ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഏതുപോലെ ഭക്തിമാർഗത്തിൽ നമ്മൾ വ്രതം അനുഷ്ഠിക്കാറുണ്ട്. അപ്പൊ വ്രതത്തിലും കൂടി എന്താ ശ്രദ്ധിക്കാറുള്ളത്? ഇന്നത്തെ ദിവസം എൻ്റെ വ്രതമാണ്, അതുകൊണ്ട് അരി ആഹാരം ഞാൻ കഴിക്കില്ല. അഥവാ നിർജ്ജല വ്രതമാണെങ്കിൽ ഇന്നത്തെ മുഴുവൻ ദിവസം ഞാൻ ഉമിനീര് പോലും കുടിക്കില്ല എന്നുള്ള വ്രതം അനുഷ്ഠിക്കാറുണ്ട്. അപ്പൊ ആ വ്രതത്തിലൂടെ എന്ത് സംഭവിക്കും? നമ്മുടെ വൃത്തി, നമ്മുടെ ചിന്താധാരയിലേക്ക് എൻ്റെ കൺട്രോളിങ് വരികയാണ്. ഇനി ആര് തന്നെ എൻ്റെ മുന്നിൽ എത്ര വിഭവങ്ങൾ കൂടി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും എൻ്റെ മനസ്സെന്താ പറയാ, ഇന്ന് വ്രതമാണ്, അതുകൊണ്ട് നീ കഴിക്കരുത്, അല്ലെ? നമ്മൾ എത്ര സ്ട്രിക്റ്റ് ആയിട്ട് ആ വ്രതത്തെ കൊണ്ടുപോകാറുണ്ട്. ഒരു ദിവസം നമ്മളത് പാലിക്കാറില്ലേ? അപ്പൊ അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് നമ്മുടെ ഉള്ളിൽ ആ ഒരു ജീവിത ലക്ഷ്യം, അതായത് മനസ്സ് സദാ സന്തുഷ്ടമായിരിക്കണമെങ്കിൽ നമ്മൾ ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക വ്രതം എടുക്കാൻ വേണ്ടി. എന്ത് വ്രതമാണ് എടുക്കേണ്ടത്? അതായത് എൻ്റെ മനസ്സ് ഒരിക്കലും പുറമെയുള്ള ഒരു പരിതസ്ഥിതികളും, പുറമെയുള്ള മറ്റുള്ള വ്യക്തികളുടെ വാക്കുകൾ, പുറമെയുള്ള മറ്റുള്ള വ്യക്തികളുടെ പെരുമാറ്റങ്ങൾ, അതോ പുറമെയുള്ള ഏത് വിധത്തിലുള്ള സാഹചര്യത്തിലും എൻ്റെ മനസ്സ് ഇളകിപ്പോകരുത്. എൻ്റെ മനസ്സിൽ ഫീലിംഗ് ഉണ്ടാകരുത്. എൻ്റെ മനസ്സ് ഒരിക്കലും ദുഃഖിക്കരുത്. എൻ്റെ മനസ്സ് ആവേശത്തിൽ വരരുത്. എൻ്റെ മനസ്സിൽ മറ്റുള്ളവരുടെ പ്രതി അശുഭമായ ചിന്തകൾ ഉണ്ടാകരുത്. ഈ വ്രതത്തെ നമ്മൾ ഒരിക്കലും മുറിക്കാതിരിക്കാൻ വേണ്ടി, അതായത് നമ്മുടെ ആ വിചാരങ്ങളുടെ ശ്രേഷ്ഠതയിൽ നിന്നും ആ ഒരു നാരങ്ങ താഴോട്ട് വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. എപ്പോഴാണ് ഈ ഒരു ശ്രദ്ധ എൻ്റെ ചിന്താധാരയിൽ എനിക്കുണ്ടാകുന്നത്, അപ്പോൾ നിങ്ങൾ തീരുമാനിച്ച് ഉറപ്പിക്കാൻ പറ്റും, വിജയം എൻ്റേതാണ്, ജീവിതത്തിൽ സന്തോഷം എൻ്റേതാണ്. കാരണം ഈ സന്തോഷം എന്നുള്ളത് ഒരിക്കലും പുറമേ നിന്ന് ലഭിക്കുന്നതല്ല.